ജാതി രാഷ്ട്രീയത്തിന് കൃത്യമായ സ്വാധീനമുള്ള മണ്ണാണ് ബീഹാറിന്റെ മണ്ണ്. അവിടെ യാദവ വോട്ടുകളും മുന്നോക്ക വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒരുമിച്ച് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പെട്ടിയിലെത്തുമെന്നായിരുന്നു കണക്കുകൂട്ടിയത്. എന്നാൽ അത്തരത്തിൽ എത്തിയില്ല. മുന്നോക്ക വോട്ടുകൾ ബി.ജെ.പിക്ക് പിടിക്കാൻ കഴിഞ്ഞു. യാദവ വോട്ടുകൾ ഇടിവ് വന്നു എന്ന് തന്നെയാണ് കണക്കുകൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇടതു പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വരെ ബി.ജെ.പിക്ക് കടന്നു കയറാൻ കഴിഞ്ഞു. കോൺഗ്രസിന് പലയിടത്തും അടിപതറുന്ന കാഴ്ച. ഈ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ കൃത്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം അവിടെയുള്ള താഴെ തട്ടിലേക്ക് എത്തിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ആർ.ജെ.ഡി തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിലെ ആർ.ജെ.ഡിക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് മത്സരിച്ച പല സീറ്റുകളിലും ആർ.ജെ.ഡിയുടെ പ്രവർത്തകന്മാർ കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. കോൺഗ്രസ് പ്രവർത്തകർ രാവ് പകലാക്കി അവിടെ കൃത്യമായി ആർ.ജെ.ഡിക്ക് വേണ്ടി, ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാവ് പകലാക്കി ജോലി ചെയ്തപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ മറ്റു പാർട്ടിക്കാർ അത്രത്തോളം ആത്മാർത്ഥത കാണിച്ചില്ല എന്നാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്.